നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഏതൊരു മന്ത്രം നമ്മൾ ചൊല്ലുമ്പോഴും അതിനായി ചില ചിട്ടകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ഏത് മന്ത്രമാണോ ഉരുവിടേണ്ടത് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത്. ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഇവിടെ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ കൃത്യമായ സാധന. മന്ത്രം എത്രത്തോളം ചൊല്ലാമോ അത്രത്തോളം ചൊല്ലി സിദ്ധി വരുത്തുക. അതിന് ധ്യാനം, സഹനം, ക്ഷമ എന്നിവ വളരെ അത്യാവശ്യമാണ്. ഇതുപോലുള്ള പല വീഡിയോകളും നിങ്ങൾ കണ്ടു കാണും. അതിലെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്നൊന്നും അങ്ങനെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം നിങ്ങളൊരു മാന്ത്രികനല്ല, മന്ത്രദീക്ഷ ലഭിച്ചിട്ടില്ല, ഗുരു ഉപദേശവും ലഭിച്ചിട്ടില്ല. ആയതിനാൽ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ മന്ത്രങ്ങൾ ഏതായാലും ഉരുവിടുക. നിങ്ങൾക്ക് ആ മന്ത്രത്തിലൂടെ എന്താണോ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. അതിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് ധ്യാനത്തിലിരുന്ന് ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കുക. വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് മന്ത്രത്തെപ്പറ്റി പറയാതെ നിങ്ങൾ അല്പനേരം ധ്യാനത്തിൽ ഇരിക്കുകയാണെന്നും ആരും ശല്യം ചെയ്യരുതെന്നും പ്രത്യേകം പറയുക. ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്നിട്ട് ദക്ഷിണാമൂർത്തി മന്ത്രം 9 പ്രാവശ്യം ചൊല്ലുക. ഈ ദക്ഷിണാമൂർത്തി മൂലമന്ത്രം ചൊല്ലുന്നതിലൂടെ ഗുരു ഉപദേശവും മന്ത്രദീക്ഷയും കിട്ടുന്ന പവർ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ദക്ഷിണാമൂർത്തിയുടെ മൂലമന്ത്രം ഇങ്ങനെ: ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഖ്യം മേധാം പ്രജ്ഞാം പ്രയശ്ച സ്വാഹ. ഇതാണ് ദക്ഷിണാമൂർത്തിയുടെ മൂലമന്ത്രം. ഈ മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങളുടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമൂർത്തികൾ, അതായത് നിങ്ങളുടെ പൂജാമുറിയിൽ ദിവസവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ആ മൂർത്തികളുടെ മൂലമന്ത്രം 9 പ്രാവശ്യം ജപിക്കുക. ഏതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമൂർത്തി എന്ന് മെസ്സേജ് ചെയ്താൽ ആ മൂർത്തികളുടെ മൂലമന്ത്രം നൽകുന്നതായിരിക്കും. ഇതെല്ലാം വളരെ കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രം ആണ് ഒരു മന്ത്രം, ആദ്യമായി കേൾക്കുന്ന ഒരു മന്ത്രം നമുക്ക് ചൊല്ലിത്തുടങ്ങുവാൻ. എന്ന് ഇരുന്നാലേ നമുക്ക് ആ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ എന്താണോ അതിൽ പറയുന്നത് അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ വളരെ അപൂർവമായ വലിയ ശക്തിയുള്ള വരാഹി ദേവിയുടെ ഒരു വലിയ മന്ത്രമാണ്. വലിയ മന്ത്രം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഇത് ദിവസവും 108 പ്രാവശ്യം ജപിക്കുക. അത് 27 ദിവസമോ 54 ദിവസമോ 108 ദിവസമോ നിങ്ങൾക്ക് ജപിക്കാം. ഇതെല്ലാം ജപസംഖ്യകളാണ്. എന്തു തന്നെ ആയാലും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. 100% ഉറപ്പായ വിജയം ഉറപ്പായ ഒരു മഹാമന്ത്രമാണ് ഇവിടെ പറയുന്നത്. മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോട് വേണം മന്ത്രം ജപിക്കുവാൻ. മന്ത്രം എന്തെന്നറിയുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക. നിങ്ങളുടെ നക്ഷത്രം അറിയിച്ചാൽ പ്രത്യേകിച്ച് അവർക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. വരാഹി ദേവിയുടെ ഏത് മന്ത്രം ജപിച്ചാലും അത് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ
ജപിക്കുന്നതാണ് ഉത്തമം. അതല്ലെങ്കിൽ പഞ്ചമി തിഥി വരുന്ന ദിവസങ്ങളിൽ നോക്കി ആ ദിവസവും ജപിക്കുന്നതായിരിക്കും ഉത്തമം. വൈകിട്ട് 7 മണിക്ക് ശേഷം രാത്രി 12 മണിക്കകത്തുമുള്ള സമയമാണ് വളരെ ഉത്തമമായ ഒരു സമയം. ഈ സമയം നിങ്ങൾ മന്ത്രം ചൊല്ലിത്തുടങ്ങിയാൽ വരാഹീദേവിയുടെ സർവ്വ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് സർവ്വതും തരുന്ന മഹാമന്ത്രം, വരാഹീദേവിയുടെ വളരെ ശക്തിയേറിയ മന്ത്രം. ജപിക്കുവാൻ അല്പം പ്രയാസമാണ്, എന്നിരുന്നാലും ജപിക്കുക. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മന്ത്രം ഇതാ. ഓം ഐം ക്ലൗം ഐം നമോ ഭഗവതേ വാർത്താലി വാർത്താലി വരാഹേ വരാഹേ വരാഹമുഖി വരാഹമുഖി അന്തേ അന്തിനി നമ രുന്ദേ രുന്ദിനി നമ ജംബേ ജംബിനി നമ മോഹേ മോഹിനി നമ സ്തംഭേ സ്തംഭിനി നമ സർവദുഷ്ടപ്രതുഷ്ടാനാം യർവേഷം സർവഭക്ഷിത്തചക്ഷുർമുഖഗതിഹസ്തംഭം കുരു കുരു ശീക്രം രസം കുരു കുരു ഐം ക്ലൗം ടക് 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 ഹും ഭട്ട് സ്വാഹ. ഇത് വരാഹീദേവിയുടെ വളരെ ശക്തിയേറിയ, വളരെ വലിയ ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം വളരെ സ്പഷ്ടമായി അക്ഷര തെറ്റുകളൊന്നും വരാതെ വളരെ ഭംഗിയായി മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ അമ്മ മഹാദേവി വരാഹിദേവി വാർത്താലി നമ്മളെ രക്ഷിക്കുന്നതായിരിക്കും. വളരെ ഒരു വലിയ പവറുള്ള ഒരു മന്ത്രമാണത്. ഇത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. എല്ലാ ശക്തിയും ഐശ്വര്യവും നിങ്ങൾക്ക് മഹാദേവി വരാഹീദേവി നൽകുന്നതായിരിക്കും. ഓം ഗം ഗണപതയേ നമഃ.